റമദാൻ മീൽ പ്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഉന്നക്കായാണ്. റമദാൻ ആവുന്നതിന് മുന്നേ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഴുത്ത പഴം എടുത്ത് ഇതുപോലെ വേവിച്ചെടുക്കാം. അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്ക് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. സ്മാഷ് ആക്കിയതിന് ശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിന് ശേഷം അതിൽ കണ്ടി മുന്തിരി ഇട്ടതിന് ശേഷം തേങ്ങ ഇടുക. അതൊന്ന് കുറച്ചൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ ആ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച വേവിച്ച പഴം ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് കോക്കനട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കുഴി ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫില്ലിങ് തേങ്ങ അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ അത് ആക്കിയെടുക്കാം. ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡൊന്നും പൊട്ടി വരാത്ത രീതിയിൽ വേണം നമ്മൾക്ക് ആക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇത്രയും അധികം ഉന്നക്കായ റെഡി ആക്കിയിട്ടുണ്ട്. അത് നമുക്കൊരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം.